പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ബയോളജിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഈസ്, ഇൻഫെർട്ടിലിറ്റിയുടെ കോസ്, കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മെനപ്പോസ്, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, രണ്ടാമത്തെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, സ്ലീപ്പ് ഇജാക്കുലേഷൻ. എന്താണ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം? ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം എന്താണ്? പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ആണ്. എന്താണ്? പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. രണ്ടാമത്തെ, കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ യൂട്ടേഴ്സ്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ഇൻ ഹ്യൂമൻസ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ യൂട്രസ്. എന്താ പറയുക? ഹ്യൂമൻസിൽ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? യൂട്രസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് തെറ്റാണെങ്കിൽ മിസ്റ്റേക്ക് എവിടെയാണെന്ന് നോക്കി, അണ്ടർലൈൻ പാർട്ടിൽ എന്താ മിസ്റ്റേക്ക് എന്ന് നോക്കി അതിനെ തിരുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? യൂട്രസിലാണോ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? അല്ല, ഓവി ഡക്റ്റ്, അതായത് ഫാലോപ്പിയൻ ട്യൂബിലാണ്. എവിടെയാണ്? ഓവി ഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ്, ഓർ എന്താണ്? ഫാലോപ്പിയൻ ട്യൂബ്. രണ്ട് എഴുതിയാലും ആൻസർ ശരിയാണ് കേട്ടോ. ഓവി ഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിലാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ അപ്പ് ദ മിസ്സിംഗ് വേർഡ്. ഇതിൽ ഈ മോളിൽ കൊടുത്തിരിക്കുന്ന വേർഡ് റിലേഷൻഷിപ്പ് നോക്കിയിട്ട് താഴെയുള്ളത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നൽകിയിരിക്കുന്നത് വാസെക്ടമിയാണ്. വാസെക്ടമി മെൻസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ആണിൽ നടത്തുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് വാസെക്ടമി. അങ്ങനെയാണെങ്കിൽ വുമൺ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? വിമൻസിന്റെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? ട്യൂബെക്ടമി. ഏതാണ് മക്കളെ? ട്യൂബെക്ടമിയാണ്. അപ്പോൾ നന്നായി പഠിച്ചിരിക്കുക. വാസെക്ടമി മെൻസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്, വിമൻസിന്റെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ട്യൂബെക്ടമി. ഇങ്ങനെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് നോക്കി എഴുതുകയാണ് വേണ്ടത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് കാൾവോസ് ക്ലാസിഫൈ മോണീറ? കാൾവോസ് എങ്ങനെയാണ് മോണീറയെ ക്ലാസിഫൈ ചെയ്തത്? എങ്ങനെയാണ്? നമുക്കറിയാം മോണീറയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ആർക്കി എന്നും ബാക്ടീരിയ എന്നും. എങ്ങനെയാണ്? ആർക്കി എന്നും ബാക്ടീരിയ എന്നുമാണ് എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. കാൾവോസ്, അതും ചോദിക്കാം കേട്ടോ. കാൾവോസ് ആണ് എന്ത് ചെയ്തത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത് അല്ലേ? അപ്പോൾ കാൾവോസ് ആർക്കിയും ബാക്ടീരിയയും എന്നാണ് എന്തിനെ ക്ലാസിഫൈ ചെയ്തത്? മോണീറയെ ക്ലാസിഫൈ ചെയ്തത്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡന്റിഫൈ ഇൻ വിച്ച് ഫൈലം ദ ഗ്രാഗൻസം ബിലോങ് ടു. നോക്കിയിട്ട് ഇത് ഏത് ഫൈലമാണെന്ന് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഏതൊക്കെ തന്നിരിക്കുന്നത്? സീ അർച്ചിനും സ്റ്റാർ ഫിഷും ആണ്. ഇത് ഏത് ഫൈലമാണ്? ഇത് ഏതാണ്? എക്കിനോഡെർമേറ്റ. ഏതാണ്? എക്കിനോഡെർമേറ്റ. ഇത് എക്കിനോഡെർമേറ്റയാണ്. എന്താണ്? എക്കിനോഡെർമേറ്റ. ആറാമത്തെ, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഇവിടെ എന്താണ്? കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ കോമൺ ഫീച്ചർ എഴുതാനാണ് പറഞ്ഞത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്രാബ്, കോക്രോച്ച്, എർത്ത്-വോം, ഗ്രാസ് ഹോപ്പർ. ഇതിലേതാണ്? എർത്ത്-വോം ആണ്. ഏതാണ്? എർത്ത്-വോം ആണ് ഓഡ് വൺ. കാരണം എന്താണ്? എർത്ത്-വോം ഓഡ് വൺ ആണ് കാരണം അതേഴ്സ് ആർ ആർത്രോപോഡ്സ്. മറ്റുള്ളതെല്ലാം എന്താണ്? ആർത്രോപോഡ്സ് ആണ്. അതേഴ്സ് ആർ ആർത്രോപോഡ്സ്. ബാക്കിയുള്ളതെല്ലാം ആർത്രോപോഡ്സ് ആണ്. ഇനി ആൻസർ 6 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 13. അപ്പോൾ 7 മുതൽ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ആർ ദ വാക്സിൻ ഷുഡ് ബി ടേക്കൺ ഡ്യൂറിങ് പ്രഗ്നൻസി? ഏത് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണ്? ഏതാണ്? TT, ടെറ്റനസ്, പിന്നെ എന്താണ്? റുബെല്ല. TTയും റുബെല്ലയും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻസ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രസ്റ്റ് മിൽക്ക് ഈസ് എസെൻഷ്യൽ ഫോർ ദ ബേബീസ് ഹെൽത്ത്. However, the milk produced immediately after delivery may contain impurities. So, it should not be given to the newborn. Analyze this statement and write your inference.
എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം അല്ലേ, ഉണ്ടാവുന്ന ബേബിക്ക് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് അല്ലെ, മുലപ്പാൽ നൽകണം. ബേബിയുടെ ഹെൽത്തിന് ഭയങ്കര എസെൻഷ്യൽ ആണ് എന്തെന്ന് പറയുന്നത്, ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. ബട്ട് ഹൗവർ ദ മിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി മേ കണ്ടെയ്ൻ ഇമ്പ്യൂരിറ്റീസ്. പക്ഷെ കുട്ടി ഉണ്ടായ ഉടനെ തന്നെ എന്താണ്, കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉള്ള മിൽക്ക് ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ ടു ദ ന്യൂ ബോൺ. അത് കുട്ടിക്ക് കൊടുക്കരുത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? അല്ല. ഡോണ്ട് എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്, ആ ഫസ്റ്റ് വരുന്ന ആ മിൽക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കുട്ടിക്ക് കൊടുക്കാൻ. പ്രസവിച്ച ഉടനെ തന്നെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ പാലാണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടിക്ക് കൊടുക്കേണ്ടത്. കാരണം അത് പറയണം. അപ്പോൾ മോളി പറഞ്ഞത് കൊടുക്കരുത് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ സ്റ്റേറ്റ്മെന്റിനെ എഗ്രി ചെയ്യുന്നില്ല, കൊടുക്കണം അല്ലേ? കാരണം അതിലുള്ളത് എന്താണ്, കൊളസ്ട്രോൾ. അതെന്താണ്, കൊളസ്ട്രോൾ. ദ യെല്ലോ കളേർഡ് മിൽക്ക് ആണത്. പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് മസ്റ്റ് ബി കമ്പൽസറി ഫെഡ് ടു ദ ബേബി. അത് നിർബന്ധമായും കുട്ടിക്ക് കൊടുത്തിരിക്കണം. കാരണം ദിസ് വിൽ ബി ഗീവ് ദ ബേബി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. കുട്ടിയുടെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിക്ക്, പ്രതിരോധ ശേഷിക്ക് ഹെൽപ്ഫുൾ ആവുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ആ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പം നിർബന്ധമായും കുട്ടിക്ക് അത് കൊടുത്തിരിക്കണം നമ്മൾ. രണ്ടാമത്തത് 9th ക്വസ്റ്റ്യൻ. ഹൗ ഈസ് പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടക്റ്റഡ്? ഹൗ ഈസ് പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടക്റ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ദ പ്ലാസന്റൽ സെൽസ് പ്രൊഡ്യൂസ്ഡ് എ ഹോർമോൺ കോൾഡ് HCG. During this first week of pregnancy, the level of HCG increased rapidly. Presence of HCG in the urine or blood can confirm pregnancy. നമ്മൾ യൂറിനിലൂടെ ബ്ലഡ് പരിശോധിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് അല്ലേ? കാരണം എന്താണ്, പ്ലാസന്റൽ സെൽസ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് HCG. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി ദ ലെവൽ ഓഫ് HCG ഈസ് ഇൻക്രീസ് റാപ്പിഡ്ലി. അപ്പൊ അത് നമുക്ക് യൂറിനിലോ ബ്ലഡിലൂടെ കൺഫേം ചെയ്യാനായിട്ട് കഴിയും. 10th question. How does the fetus receive nutrients? ഫീറ്റസ് എങ്ങനെയാണ് ന്യൂട്രിയൻസ് റിസീവ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ദ ഫീറ്റസ് റിസീവ് ന്യൂട്രിയൻസ് ഫ്രം ദ മദർ ത്രൂ പ്ലാസന്റ. അമ്മയിൽ നിന്ന് കുട്ടി പ്ലാസന്റ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രിയൻസ് റിസീവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ഫോംഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി പീരീഡ്. പ്ലാസന്റ ഈസ് കണക്റ്റഡ് ടു ദ ഫീറ്റസ് ടു അംബലിക്കൽ കോഡ്. എന്താണ് ഈ പ്ലാസന്റ? നമ്മുടെ അംബലിക്കൽ കോഡുമായിട്ട്, അതായത് പൊക്കിൾ കൊടിയുമായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിട്ടുണ്ടാവും ത്രൂ അംബലിക്കൽ കോഡ് വഴി. അപ്പൊ അതുവഴിയാണ് ന്യൂട്രിയൻസ് കുട്ടി സ്വീകരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 reptiles having 4 heart chambers. 4 അറകളുള്ള ഹാർട്ട് ചേമ്പേഴ്സ് ഉള്ള റെപ്റ്റൈൽസിന്റെ നെയിംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? 11ാമത്തെ ക്രോക്കഡൈൽ, അലിഗേറ്റർ. ഏതൊക്കെയാണ്? ക്രോക്കഡൈൽ, അലിഗേറ്റർ. ഇതാണ് 4 chambed ഹാർട്ട്സ് ഉള്ള റെപ്റ്റൈൽസ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ പാർട്സ് മാർക്ക്ഡ് ആസ് എ ബി ഇൻ ദ ഗിവൻ ഡയഗ്രാം ഓഫ് വൈറസ്. താഴെ കൊടുത്തിരിക്കുന്ന വൈറസിന്റെ എയും ബിയും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്ന പോർഷൻ എന്താണ്? ക്യാപ്സിഡ് ആണ്. എ എന്താണ്? ക്യാപ്സിഡ് ആണ്. ബി എന്ന പോർഷൻ എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. മേക്ക് പെയർസ് യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൻസ് ബിലോ. ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? റൗണ്ട് വേം, പ്ലാനേറിയ, ക്ലാം, ഹൈഡ്ര, ആന്ത്രോപോഡ, മൊളസ്ക, നിഡേറിയ, പ്ലാറ്റിഹെൽമിന്തസ്, നിമാറ്റോഡ. ഇതിന് നമ്മൾ എന്താണ് ഇതിന് നമ്മൾ പേറുകളാക്കണം. അതായത് എ എന്ന് പറയുന്നത് ഏതാണ്? റൗണ്ട് വേം ആണ് അല്ലേ? റൗണ്ട് വേം ആരുമായിട്ട് എന്താണ് പേര്? റൗണ്ട് വേം നിമാറ്റോഡ. അടുത്തത് ആരാണ്? ബി പ്ലനേറിയ. ഏതാണ്? പ്ലാറ്റിഹെൽമിന്തസ്. അടുത്തത് ഏതാണ്? ക്ലാം. സി ക്ലാം. ആരാണ്? മൊളസ്ക. ഇങ്ങനെയാണ് പേരാക്കേണ്ടത്. അടുത്തത് ഡി എന്താണ്? ഹൈഡ്ര. അപ്പൊ ലാസ്റ്റ് എന്താണ്? നിഡേറിയ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പേരാക്കേണ്ടത്. അതായത് റൗണ്ട് വേം, നിമാറ്റോഡ, പ്ലനേറിയ, പ്ലാറ്റിഹെൽമിന്തസ്, ക്ലാം എന്ന് പറയുന്നത് മൊളസ്ക, ഹൈഡ്ര എന്ന് പറയുന്നത്
ക്ലാം എന്ന് പറയുന്നത് മൊളസ്ക, ഹൈഡ്ര എന്ന് പറയുന്നത് നിഡേറിയ അല്ലേ. ഇനി ലാസ്റ്റ് ആര് മാത്രമുണ്ട്? ആർത്രോപോഡ് ഉണ്ട്, അവിടെ ഒന്നും എഴുതാനില്ല അല്ലേ. ഇത്രയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 14th question. There are methods to detect genetic abnormalities in fetus. What are they? എന്താണ്? ഫീറ്റസിനുണ്ടാകുന്ന ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വഴി നമുക്ക് ചെയ്യാം? ഒന്ന് സ്കാനിങ് അല്ലേ, സ്കാനിങ് വഴിയുണ്ട്. പിന്നെ എന്താണ്? ഇതാ ഇവിടെ ഉത്തരങ്ങൾ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ, നോക്കിക്കോളൂ. എങ്ങനെയാണ്? സ്കാനിങ്, ബ്ലഡ് ചെക്കപ്പ്, ക്രോണിക് വില്ലസ് സാമ്പിളിംഗ്, അമ്നിയോസെന്റിസിസ്. ഇത്രയും മെത്തേഡ്സ് വഴി നമുക്ക് എന്താണ് എന്തെങ്കിലും ജനറ്റിക്കൽ ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. 15th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ തിങ്സ് ടു ബി കൺസിഡേർഡ് ദ ഡയറ്റ് ഓഫ് പ്രഗ്നന്റ് വുമൺ? എന്തൊക്കെയാണ്? എക്സസീവ് കൺസംഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട്, ഷുഗർ ആൻഡ് ഫാറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. അപ്പോൾ ഷുഗറും സോൾട്ടും ഫാറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഫിഷ്, എഗ്, മിൽക്ക് എക്സെട്ര ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ്. ഡ്രിങ്കിങ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് മസ്റ്റ്. നിർബന്ധമായിട്ടും പ്രഗ്നന്റ് ആയ ലേഡി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഗ്രെയിൻസും ഒക്കെ കഴിച്ചിരിക്കണം, അവർ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ നല്ല ആവശ്യത്തിന് എമൗണ്ട് ഓഫ് വാട്ടറും നിർബന്ധമായും കുടിച്ചിരിക്കണം. ഇനി 16th ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് വി എക്സാമിൻ ദ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് വെർട്ടബ്രേറ്റ്സ്, ഹിൻസ് ഓഫ് എവല്യൂഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നോക്കാം. ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ്, എക്സ്ട്രാ ദ ക്ലാസ് ഓഫ് കോർഡേറ്റ. കോർഡേറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരുന്നതാണ് ഇത്. ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ് എക്സെട്ര. ഇഫ് വി എക്സാമിൻ ദെയർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വി ക്യാൻ സീ റെഗുലർ ഡെവലപ്മെന്റ്. ഇൻ ഫിഷ് ആൻഡ് ആംഫീബിയൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കർ. ഫിഷസിലും ആംഫീബിയൻസിലും എന്താണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ് ഇന്റേണൽ fertilization take place. As a result, the egg hatch and produce offspring. In mammals, ovum is means of fertilization. അതായത് മറ്റു ബേർഡ്സിലും ഇതിലൊക്കെ എന്താണ്? മുട്ടയിട്ട് പിന്നെ കുട്ടികൾ ഉണ്ടാവുമല്ലേ. മാമൽസിൽ എങ്ങനെയാണ്? ഓവം ഈസ് എ മീൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. മാമൽസിൽ ഓവം ആണ് എന്ത്? ഫെർട്ടിലൈസേഷൻ തരുന്നത്. ദ സൈക്കോട്ട് ഫോംഡ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ഫുള്ളി ഡെവലപ്മെന്റ് ഇൻ മദേഴ്സ് ബോഡി ആൻഡ് കംസ് ഔട്ട് ത്രൂ ദ പാച്ചുറേഷൻ. അവസാനം പാച്ചുറേഷൻ വഴി കുട്ടി എന്ത് ചെയ്യും? അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഫിഷസിലും ആംഫിബിയയിലും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? എഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. എന്നാൽ മാമൽസിലും ഓവം കൊണ്ടാണ് അത് സൈക്കോട്ട് ഫോം ചെയ്ത് ഫെർട്ടിലൈസേഷന് ശേഷം സൈക്കോട്ട് ഫോം ചെയ്ത് കുട്ടി എന്തായി അമ്മയുടെ ബോഡിയിൽ എന്താണ് ഫുള്ളി ഡെവലപ്ഡ് ആയതിനു ശേഷം പാച്ചുറേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം. ഇനി 17th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ എവല്യൂഷണറി ട്രീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ എവല്യൂഷണറി ട്രീ നോക്കിയിട്ട് എന്താണ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആപ്ലിക്കബിൾ ടു ഓൾ ഓർഗാനിസം? എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? എല്ലാവർക്കും കോമൺ ആണ് എന്ത്? സ്കൾ. എന്താണ്? എല്ലാവരുടെയും കോമൺ ആണ് സ്കള്. രണ്ട്. വിച്ച് ഓർഗാനിസം ആർ മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ എവല്യൂഷണറി ചേഞ്ചസ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ആരൊക്കെയായിരിക്കും ക്ലോസ് ആയിട്ടുള്ളത്? ഡോഗും മാനും അല്ലേ. ഡോഗും മാനും ആണ്. കാരണം ഡോഗും ആൻഡ് മാൻ അൺലൈക്ക് അതർ ഓർഗാനിസം ദേ പോസസ് 2 peculiarities, hair and lactation. Dog and man, unlike other organism, they possess 2 peculiarities, hair and lactation. Lungfishes and lizards do not have these qualities. Dog and man, unlike other organism, they possess 2 peculiarities, hair and lactation. They possess 2 peculiarities. Hair ഉണ്ട്, lactation നടക്കുന്നുണ്ട് അല്ലേ. പിന്നെ lungfishes and lizards do not have these qualities. Lungfishesനും ലിസാർഡിനും എന്തില്ല? ഈ ക്വാളിറ്റീസ് ഇല്ല. ഡോഗിനും മാനുമാണ് കുറച്ചും കൂടി എന്താണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത്. വിച്ച് ബ്രാഞ്ച് ഡൈവേർജ്ഡ് ഫസ്റ്റ് ഫ്രം ദ എവല്യൂഷണറി ട്രീ? വാട്ട് ഈസ് ദ എവിഡൻസ്? ഇതിലേതാണ്? ലങ്ഫിഷ് ആണ് അല്ലേ. ലങ്ഫിഷ് ആണ്. അപ്പൊ ലങ്ഫിഷ് ആണ്. ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദം ആൻഡ് അതർ ഓർഗാനിസം ഓൺലി ഇൻ ദ സ്കൾ. എന്തിലെ സിമിലാരിറ്റി? സ്കളിലാണ്. ദിസ് ക്യാൻ ബി ടേക്കൺ ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ആർ ഇവോൾവ്ഡ് ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ ഫ്രം ദെയർ. നെക്സ്റ്റ്, റീഅറേഞ്ച് ദ കോളംസ് ബി ആൻഡ് സി അക്കോർഡിംഗ് ടു എ നോക്കിയിട്ട് ബിയും സിയും റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കോൺട്രി
കോൺട്രിക്ടേഴ്സ് ഏതാണ്? കോൺട്രിക്ടേഴ്സ് ഏതാണ്? ഷാർക്ക്, പിന്നെന്താണ്? കാർട്ടിലേജ്. അവിടെയാണ് ശരിയാവുന്നത്. അടുത്ത് ഓസ്റ്റിക് ഏതാണ്? സാർഡൈൻ, പിന്നെന്താണ്? ഹേർട്ടീസ് എന്താണ്? ടു ചേമ്പേർഡ് ആൻഡ് ബോണി. ഇനി ആംഫീബിയനിൽ വരുന്നത് ഏതാണ്? ട്രീ ഫ്രോഗ് ആണ്. ട്രീ ഫ്രോഗ് എന്താണ്? 3 ചേമ്പേർഡ് ഹാർട്ടാണ്. ഒന്നുകൂടി ഓപ്ഷൻ കോളത്തിൽ കാണിച്ചു തരാം. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് DNA ബാർകോഡിംഗ് റിലേറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവല്യൂഷൻ? എങ്ങനെയാണ് DNA ബാർകോഡിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവല്യൂഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. DNA ബാർകോഡിംഗ് ഈസ് ദ മോസ്റ്റ് സയന്റിഫിക് ടെക്നോളജി യൂസ്ഡ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്ന മോസ്റ്റ് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിയാണ് എന്ത്? DNA ബാർകോഡിംഗ്. അപ്പോൾ DNA ബാർകോഡിംഗ് എന്താണെന്ന് പഠിക്കണം. ഇറ്റ് ഈസ് ഡൺ ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസ് of DNA. An evolutionary relationship is revealed by doing so. When an organism is identified through barcoding, it is confirmed by placing it in the specific part of the evolutionary tree. Next question, how did the division Thallophyta disappear from the plant as the classification of method become more accurate? How did the division Thallophyta disappear from plant? എങ്ങനെയാണ് എന്താ താലോഫിയ പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്തത്? താലോഫൈറ്റ ഡിസപ്പിയർ ആയത് ഡിവിഷൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആൽഗെ ആൻഡ് ഫംഗൈ വെയർ ഇൻക്ലൂഡ് ഇൻ ദ താലോഫൈറ്റ്സ്. ആൽഗയും ഫംഗയുമാണ് എന്ത് ചെയ്യുന്നത്? താലോഫൈറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബട്ട് ലേറ്റർ ഫംഗൈ വെയർ പ്ലേസ്ഡ് ഇൻ സെപ്പറേറ്റ് കിങ്ഡം ബേസ്ഡ് ഓൺ ദെയർ യുണീക് ക്യാരക്ടർ. അപ്പൊ പിന്നീട് എന്ത് ചെയ്തു? ഫംഗൈ അതിന്റെ യുണീക് ക്യാരക്ടർ മൂലം വേറെ കിങ്ഡത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തു. ആൽഗെ ആർ ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. സം ആൽഗെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം പ്രോട്ടിസ്റ്റ. ചില ആൽഗകൾ എവിടെ ഇൻക്ലൂഡ് ചെയ്തു? കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ആഡ് ചെയ്തു. ആൽഗെ വിത്ത് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ആർ ഓൾസോ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് പ്ലാന്റ്. ആൽഗയുടെ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റയുടെ പാർട്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ്, ആൻസർ എനി 2 questions from 21 to 23. നമുക്ക് നോക്കാം. 21th question, എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു ഇംപ്ലാന്റേഷൻ. ഫെർട്ടിലൈസേഷൻ മുതൽ ഇംപ്ലാന്റേഷൻ വരെയുള്ള സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. സൈഗോട്ട് ഈസ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് സംഭവിക്കും? സൈഗോട്ട് ഫോം ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് സെൽ ഡിവിഷൻ എ ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് മൊറുല്ല ഈസ് ഫോംഡ് വിത്തിൻ 3 to 4 days. 3-4 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? അതിന്റെ സെൽ ഡിവിഷന്റെ ഫലമായിട്ട് ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് രൂപം കൊള്ളും. അതിന്റെ പേരാണെന്ത്? മൊറുല്ല. അതിൽ ഏകദേശം 16 മുതൽ 32 വരെ സെൽസ് ഉണ്ടാവും. മൊറുല്ല ഡെവലപ്ഡ് ഇൻ ടു ബ്ലാസ്റ്റോസിസ്റ്റ് ഫ്രം 56 days. എന്താണ്? മൊറുല്ല ഡെവലപ്പ് ചെയ്തിട്ട് എന്താ? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും ഫ്രം 56 days. ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ചസ് ടു ദ എൻഡോമെട്രിയം. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യും ആൻഡ് ബിഗിൻസ് ടു ഗ്രോ. എന്നിട്ട് അത് വളരാനായിട്ട് തുടങ്ങും. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് ത്രൂ ഇഫ് ന്യൂ ഓർഗാനിസംസ് ഡിസ്കവേർഡ്? വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് ത്രൂ ന്യൂ ഓർഗാനിസം ഡിസ്കവേർഡ്? പുതിയൊരു ഓർഗാനിസം ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് നെയിംസ് ഓഫ് ന്യൂലി ഡിസ്കവേർഡ് പ്ലാന്റ് ഫ്രം വാഗമൺ. വാഗമണിൽ നിന്ന് ന്യൂലി ഡിസ്കവർ ചെയ്ത പ്ലാന്റ് പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. എ ന്യൂ പ്ലാന്റ് ഫ്രം വാഗമൺ ഈസ് ലിസ്റ്റിയ വാഗമോണിക്ക. ഏതാണ്? ലിസ്റ്റിയ. പുതിയത് ഏതാണ്? ഫ്രം വാഗമണ്ണിൽ നിന്ന് കിട്ടിയ ന്യൂ പ്ലാന്റ് പേരാണെന്ത്? ലിസ്റ്റിയ വാഗമോണിക്ക. എങ്ങനെയാണ് നമുക്ക് നോക്കാം. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, പെക്യുലാരിറ്റീസ് ഓഫ് ബോഡി സ്ട്രക്ചർ ആൻഡ് ബയോമോളിക്യൂൾസ് ആർ എക്സാമിൻഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് അതർ നോൺ സ്പീഷ്യസ്. കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് DNA is done with that of other species. If there are significant genetic differences, it can be confirmed a new species. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു പുതിയതിനെ കണ്ടുപിടിച്ചാൽ പിന്നെ ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കും, പെക്യുലാരിറ്റി ഓഫ് ബോഡി സ്ട്രക്ചറിന്റെ പെക്യുലാരിറ്റീസ് നോക്കും, ബയോമോളിക്യൂൾസ് എക്സാമിൻ ചെയ്യും ആൻഡ് കമ്പയർഡ് വിത്ത് ദ അതർ നോൺ സ്പീഷ്യസ്. മറ്റുള്ള സ്പീഷ്യസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് DNA is done with that of other species. If there are significant genetic difference, it can be confirmed a new species.
അത് മറ്റുള്ളതിൽ നിന്ന് എന്തെങ്കിലും ജനറ്റിക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്തായിട്ടും കൺഫേം ആയിട്ടും ന്യൂ സ്പീഷ്യസ് ആയിരിക്കും. ദിസ് ഡിസ്കവറി ഇസ് ദ പബ്ലിഷ്ഡ് ഇൻ ഇന്റർനാഷണൽ സയൻസ് ജേർണൽ. എന്നിട്ട് ഈ ഡിസ്കവറി എന്ത് ചെയ്യും, ഒരു ഇന്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്യും. ഇങ്ങനെയാണ് സ്റ്റെപ്സ് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ഓർഗാനിസംസിനെ കണ്ടെത്തിയാൽ അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഗിവൺ ഡയഗ്രാം, നെയിം ദ ലേബൽ ദ പാർട്സ്. ഇത് റീഡ്രോ ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പാർട്സിനെ എഴുതാനാണ് പറഞ്ഞത്. റീഡ്രോ ദ ഗിവൺ ഡയഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദ ഫ്ലൂയിഡ് വിച്ച് പ്രിവെൻറ്റ്സ് ദ ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീറ്റസിന്റെ ഡീഹൈഡ്രേഷൻ തടയുന്നതിനുള്ള ഫ്ലൂയിഡ്. അത് ഏത് ഫ്ലൂയിഡാണ്? എ എന്ന് പറയുന്നത് ഇതാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഏതാണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ. അടുത്തത് ബി എന്താണ്, ദ പാർട്ട് വിച്ച് കണക്ട് പ്ലാസന്റ് ആൻഡ് ഫീറ്റസ്. പ്ലാസന്റിനെയും ഫീറ്റസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന പാർട്ട് അംബിലിക്കൽ കോഡ് അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് പൊക്കിൾ കോഡ്. ബി അപ്പം എന്താണ്, അംബിലിക്കൽ കോഡ്. അംബിലിക്കൽ കോഡാണ്. 3ാമത്തെ സി, ദ പാർട്ട് ത്രൂ വിച്ച് ദ ഫീറ്റസ് കംസ് ഔട്ട്. ഫീറ്റസ് അതായത് കുട്ടി എന്താണ് പുറത്തേക്ക് വരുന്ന പാർട്ട് ഏതാണ്? സി പാർട്ട്, വജൈന അല്ലേ. ഏതാണ്? വജൈന. അപ്പൊ 3 പോർഷൻസ് ഏതൊക്കെയാണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അംബിലിക്കൽ കോഡ്, വജൈന. അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് ബയോളജിയുടെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.